ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ട് ചെമ്പ്രട്ടം പാലത്തിൻ്റെ അടിയിലാട്ടോ. അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വല വീശി മീൻ പിടിക്കാൻ, അന്ന് കുറച്ച് മീനൊക്കെ കിട്ടി. ഇത് വേറൊരു വെറൈറ്റി. ഒന്ന് കക്ക പെറുക്കാൻ വേണ്ടി വന്നതാണ്. കക്ക ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിന് മുമ്പൊക്കെ വന്ന് പെറുക്കി പോയിട്ടുണ്ട്. അന്നൊന്നും വീഡിയോന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തായാലും പെറുക്കുന്നത് അത് നല്ലൊരു കുക്കിങ്ങൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കക്ക പെറുക്കുന്ന വീഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കക്ക പെറുക്കുന്ന സ്ഥലം കാണിച്ചൊന്നുമില്ല. അത് കാണുന്ന സ്പോട്ട് ആ പുല്ലിൻ്റെ അപ്പുറം പോകണം. നമുക്ക് പോയൊക്കെ അങ്ങനെ ആ വെള്ളം കമ്മിയായിട്ടുള്ള സ്ഥലത്ത് കൂടെ പോയാൽ മതി. വേലിയിറക്കാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വേലിയിറക്കത്തിലാണ് എടുക്കാൻ നല്ല സുഖം, വെള്ളം കമ്മിയായി കിട്ടും. അപ്പോൾ നമ്മൾ വെറുതെ മുങ്ങി മറിച്ച് മാന്തേണ്ടൊന്നും ആവശ്യം ഉണ്ടാവില്ല. സിമ്പിളായിട്ട് തന്നെ പെറുക്കിയെടുക്കാൻ പറ്റും. നേരെ നമുക്ക് സൈറ്റിലേക്ക് നിന്ന് കാണാം. തോണി കയറിയാലോ? കണ്ട ഒരു ഞണ്ട് വന്ന് ആത്മഹത്യ ചെയ്തിരിക്കണം. ആത്മഹത്യ ചെയ്തണോ കൊലപാതകമാണെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല സൈസുള്ള ഞണ്ടാ. ഉണ്ടോ? ഒരു കൈപ്പത്തിനെക്കാട്ടി വലുപ്പമുള്ള നല്ല ഹെവി ഞണ്ട്. ഇവനൊക്കെ ജീവനോടനെ കിട്ടിയാണ്ടല്ലോ. ഇതിനെ ചത്തിട്ടില്ലടാ, വറക്കണൊക്കെ ഉണ്ടടാ. പൈസ കണ്ടോ, കൈ കനക്കുണ്ട്. ആണോ? ചത്തിട്ടില്ല കേട്ടോ. ഇത് കറി വെക്കാൻ കൊള്ളുമോന്ന് അറിയില്ല. എന്തായാലും നല്ല ഹെവി സൈസ് സാധനം. അതിനൊക്കെ ഇങ്ങനെ കിട്ടിയാൽ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. മൺക്രാബ് പറഞ്ഞാൽ ഇനത്തിൽപ്പെട്ട സാധനം. എന്തായാലും പോകുമ്പോൾ ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്കെന്തായാലും നമ്മളെ സ്പോട്ടിലേക്ക് കക്ക വരാൻ പോവാം. ചെറുതാടാ, ഇതാണ് നമ്മുടെ സാധനം. പക്ഷെ ഇത് ചെറുതാണ്, നമുക്കിത് പറ്റൂല. നമുക്ക് കുറച്ച് വലുത് നോക്കി കൊടുക്കാം. ആ ഏരിയയിലൊക്കെ വലുതുണ്ട് തോന്നുന്നു. നേരെ അങ്ങനെ പോവാം. തന്നെ നോക്കാം, ഇതൊക്കെ വലുതാവട്ടെ. ഒരു സ്വന്തം ടൈമോ ചൂട്ടി എടുത്ത നമുക്കേ അവിടുന്ന് വലുത് കിട്ടില്ലാണ്ടെങ്കിൽ ഇവിടുന്ന് ചെറുതന്നെ പെറുക്കാം. നമുക്ക് പോയൊക്കെ എന്തായാലും വലുത് കിട്ടുവാണ്. ഇത് കൊടുക്കല്ലേ, ഇത് കവറൊക്കെ ഇടണോട്ടല്ലേ. അയ്യോ, ഇവിടെ ബിഗ് സൈസ് സാധനങ്ങളാണ്. ഇവിടുന്ന് നമ്മൾ പെറുക്കാൻ തുടങ്ങണേ. തുടങ്ങി കള്ളാക്കണ അങ്ങനെ മാന്തിയാൽ മതി. മാന്തിയോടെ തന്നെ മാന്തി കമ്മിയാണല്ല. അവിടെ തന്നെ പോകേണ്ടി വരുമോ? അപ്പോൾ നമ്മൾ സൈറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളോട് മാന്തൽ തുടങ്ങും കേട്ടോ. മാന്തിയും മരിക്കാം നമ്മൾ. ഇവിടെ നല്ല ബിഗ് സൈസ് സാധനങ്ങളാണ്. എന്താണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് ശരി. അങ്ങോട്ട് പോയാൽ കിട്ടുമോ? അങ്ങോട്ട് പോയാൽ കിട്ടുമോ? അങ്ങനെ ഉണ്ടാവും. ഇവിടേക്ക് പോവാം. നോക്കൂടെ?
നിർത്തി നമുക്ക് ആവശ്യമുള്ളതിനായിക്കണേ നമുക്ക് ഇപ്പം ഇത് മതി നമുക്ക് നാളെ കുക്ക് ചെയ്ത് ധാരാളാ സാധനം അവിടെ ഇഷ്ടം പോലെ വെറുതെ എന്തിനാ കുറേ മാന്തി കൂട്ടണേ നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുത്താൽ മതി ബാക്കിയുള്ളെങ്കിൽ വേറെ ആരെയും കൊണ്ടേക്കോളും അത് ഫുള്ള് ഗേൾസാടാ. നമുക്കെന്നെ ഒത്തിരി കക്ക കിട്ടി അത് പെറുക്കേണ്ട വരട്ടെ. അപ്പൊ നമുക്കിന്ന് കിട്ടിയതേ മൊത്തം ഇത്ര കക്ക കിട്ടോ നല്ല വലിയ ബിഗ് സൈസ് കക്ക അപ്പൊ നമുക്ക് നേരെ ഇതിനെ കൊണ്ടുപോയി കുക്ക് ചെയ്യണം കുക്കിങ് നല്ല അടിപൊളി വെറൈറ്റി കുക്കിങ്ങാണ് അപ്പോൾ നേരെ നമുക്ക് ഇതിനെ കൊണ്ടുപോയി കുക്ക് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് കക്കൊക്കെ എടുത്ത് അപ്പോൾ ഇന്നലെ എത്തിയപ്പോൾ നല്ല ലേറ്റായി അപ്പോൾ ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യാനുള്ള പ്ലാനാണ് നല്ല വെറൈറ്റി ഐറ്റമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ കക്ക കേട്ടോ നല്ല കക്കടാ നമുക്ക് ആദ്യം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാണ്ട് അപ്പോൾ കറക്റ്റ് ഫില്ലാട്ടോ ആദ്യം ഇത് വെള്ളം പറഞ്ഞൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ തിളപ്പിച്ചാലിതൊക്കെ തുറന്നു വരുള്ളൂ എന്നിട്ട് അതിൻ്റെ ഇറച്ചിയെടുക്കണം അപ്പോൾ നമ്മളെ ഹെൽപ്പറായിട്ട് ഇതാ പറയുക ബാബു ഉണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് നല്ലോണം കത്തിക്കട വെക്കാനായില്ലേ അപ്പോൾ ഇത് നല്ല കത്തി തിളച്ച് ഒന്ന് തുറന്നു വരണം അതൊക്കെ ഒന്ന് തുറക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇറച്ചി എടുക്കാൻ പറ്റുള്ളൂ അത് മൂടി വെച്ചാളാ ഇങ്ങനെ കത്തി അപ്പോൾ ഇത് നല്ല തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ കക്ക ഏകദേശം തുറന്നു തുടങ്ങിട്ടോ നമ്മൾ തുറന്നു നോക്കാം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തുറന്നു തുടങ്ങണുള്ളൂ അപ്പോൾ നല്ലോണം അതൊന്നും തുറക്കണം എല്ലാതും എന്നാലേ നമുക്ക് അതിൻ്റെ ഇറച്ചി എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നല്ലോന്ന് തുറക്കട്ടെ അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതി രണ്ടാമത് തിളച്ച സാധനം സെറ്റ് ആയിക്കോളും സാധനം അടുപ്പത്തിരുന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കക്കൊക്കെ എല്ലാം പൊളിഞ്ഞ് ഫുൾ സെറ്റായിട്ട് കേട്ടോ ഒക്കെ തുറന്നു വന്നു നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കാനുള്ള ഭാഗമായിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഇനി ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കാം ഇനി നമുക്കിതൊക്കെ ഒന്ന് ഇതിൻ്റെ തോടുമെന്ന് വേറെ എടുത്തെടുക്കാൻ കുറച്ച് ടാസ്ക് പരിപാടിയാണ് കേട്ടോ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്തായാലും നമുക്ക് ഇനി ഫുള്ള് തോടുമെന്നൊക്കെ എടുത്ത് ഇത് വേസ്റ്റ് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നേരെ നമുക്ക് അതിലേക്ക് വിട്ടാലോ നമുക്കിതിൻ്റെ ക്ലീനിങ് തുടങ്ങാം അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കുക എന്നുള്ളത് കാണിച്ചത് കേട്ടോ അത് പറഞ്ഞാൽ ഈ തോടുന്ന ഇതെടുത്ത് ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ വേസ്റ്റ് ഇരിക്കണേ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ നക്കി കൊടുത്താൽ വരും ഇതാണ് ഇതിൻ്റെ വേസ്റ്റ് ഇത് നല്ല ഇറച്ചിയാണ് ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഇത് കളഞ്ഞാൽ മതി അങ്ങനെ എല്ലാതും എടുക്കണം അപ്പോൾ മൊത്തം നമുക്കതൊന്ന് എടുത്തിട്ട് വന്നാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ കക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ് കേട്ടോ നമുക്ക് അപ്പോൾ കക്കൊക്കെ നമ്മളിവിടെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നാലെ ചേർക്കാൻ നമുക്ക് വെജിറ്റബിളായിട്ട്
തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉള്ളിയുണ്ട്, പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട്. നമ്മളത് ഉണ്ടാക്കാൻ പോകുന്ന മക്രോണിയിലാണ്. നല്ല വെറൈറ്റി ഡിഷാകും. അപ്പം നേരെ കുക്കിങ് തുടങ്ങാം. ആദ്യം ആകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉള്ളി തൂമിക്കാനുള്ള. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല വാട്ടിയെടുക്കണം. ഉള്ളി നല്ലൊന്ന് വാടി വന്നാലേ ഞങ്ങൾക്ക് ബാക്കി മസാല ഒക്കെ ചേർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഉള്ളി വാടാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി നല്ല വാടി വരട്ടെ. അപ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടിക്കോളും. ഉള്ളിയൊക്കെ ഏകദേശം നല്ല വാടി. അപ്പം നമുക്ക് അതിലേക്ക് ഇനി തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ടോ. നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മസാലപ്പൊടി ഒക്കെ ഇടുക. ആവശ്യത്തിന് വെള്ളം. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. സാധാ മുളക് പൊടി കേട്ടോ. അതിൽ പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല മിക്സായി ചേർക്കാം. ഇതൊക്കെ ഒന്ന് ചേർന്ന് നല്ല മസാല തിളച്ച് നല്ല റെഡി ആയിട്ട് വരണം. നമുക്കതിലേക്ക് കക്കയിട്ട് നല്ല വേവിച്ചെടുക്കാൻ. എന്നിട്ട് അതൊന്ന് നല്ല തിളക്കട്ടെ. അതിന് നമുക്കൊന്ന് മൂടി വെക്കാം. തിളച്ച് സെറ്റായി വരട്ടെ. സാധനം നല്ല തിളച്ച് റെഡി ആയിട്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളെ കക്ക ഇട്ട് കൊടുക്കാം. കക്ക നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലൊരു സാധനം പാടിടാൻ കേട്ടോ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഗരം മസാല, പിന്നെ ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിളച്ച് ഒരു 10 മിനിറ്റ് നല്ലൊന്ന് വേവാൻ വെക്കണം. അപ്പോൾ റെഡി ആവട്ടെ. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കാം. നമ്മളെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയും വേവാണ്ട്. ഏകദേശം ഇനി ഒരു 10 മിനിറ്റ് പാടി വേണ്ടി വരും തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ട്. അപ്പോൾ ഏകദേശം വെന്തുണ്ടാകുമ്പോൾ തുറന്ന് നോക്കുക.
അപ്പോൾ നമ്മളെ ഐറ്റം ഏകദേശം നല്ല വെന്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ചും പാടെ വെള്ളം വറ്റി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ നീരാവിയായി പോയിക്കോളും. മച്ചാമാരെ നമ്മളെ കക്കൊക്കെ നല്ല വെള്ളമൊക്കെ പറ്റി റോസ്റ്റ് ടൈപ്പ് ആയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്താൽ സെറ്റായിട്ട് സാധനം. ഇതിൽ നമുക്ക് മക്രോണി മിക്സ് ചെയ്യാണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മക്രോണിയൊക്കെ ഇത് ഇട്ടിട്ടോ നല്ല സെറ്റായി വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊന്ന് മിക്സായി വരണം. നമ്മളെ സാധനം ഏകദേശം റെഡി ആയിട്ടോ. അപ്പൊ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നമ്മളെ മക്രോണിയുടെ കക്ക മിക്സിങ് അപ്പോൾ ടേസ്റ്റ് നോക്കാൻ നമ്മളെ മച്ചാനെ വന്നിട്ടുണ്ട്. തിന്നു നോക്കാൻ എന്താ പാട് നോക്കിയൊക്കെ. പൊളി മസാല ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളി സാധനം കേട്ടോ. കഴിച്ചോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ. ബൈ.